നമുക്ക് യോസഫ് ആകുന്ന ഇഷ്ടമാണ്. We like to become Joseph. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. I don't know whether you like it or prophet like it very much. ദാനിയേൽ ആകുന്ന ഇഷ്ടമാണ്. We like to be like അവരുടെ Daniel. കോളിംഗ് നമുക്ക് ഇഷ്ടമാണ്. We like their calling. അവരുടെ ഡെഡിക്കേഷൻ ഭയങ്കരമാണ്. But the dedication is very great. വിശ്വാസം ഭയങ്കരമാണ്. The faith is very great. വേണ്ടാന്ന് ദൈവനാമത്തിൽ തീരുമാനിച്ച ചപ്പും ചവറുകളിലേക്കും വീണ്ടും ഭക്ഷിക്കാനോ തലോടാനോ തൊട്ടുപോക്കാനോ പോകാതെ അവരുടെ സമർപ്പണത്തിൽ തുടർന്നപ്പോൾ അവരുടെ മുമ്പിൽ ടെസ്റ്റിംഗ് വന്നു. എന്നാൽ ടെസ്റ്റിംഗിനെ ഭയപ്പെടാതെ വിശ്വാസത്തിന് ഉതകുന്നതിനൊത്തവണ്ണം സംസാരിക്കുകയും സ്റ്റെപ്പ് വെക്കുകയും തുടർന്നപ്പോൾ അവർക്ക് വേണ്ടി അവൻ ഇറങ്ങിയെങ്കിൽ വിശ്വാസത്തിന് ഉതകുന്നത് പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും തുടരുന്ന നിനക്ക് വേണ്ടിയും അവൻ ഇറങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. When they said no to something unlawful, they were tested again. But as God came down in the midst of the test, He will come down for you. ആമേൻ. Amen. നിങ്ങളുടെ വിളിയുടെ മേൽ ഒരു വലിയ തളർപ്പുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അഥവാ ഒരു വലിയ മാറ്റം, ഒരു അഭിഷേകത്തിന്റെ അടുത്ത ഘട്ടം തുറക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Do you like a flourishing upon your calling or for another level of anointing to come upon you? അങ്ങനെയാണെങ്കിൽ വിശ്വാസമേ പറയാവൂ. If it is so, you should speak only faith. ആരും തലയിൽ കൈവച്ച് എപ്പോഴും നിങ്ങളെ ബ്ലസ് ചെയ്തില്ലേലും, നിങ്ങളെ ചാർജ് ചെയ്യാൻ ആരുമില്ലെങ്കിലും, നിങ്ങൾ പ്രതികൂലത്തെ വലുതായി കാണാതെ, ഹാലരിയ പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിക്കുന്നവരായി തീരാതെ, പ്രതികൂലത്തെ വലുതായി കാണാവുന്നവരാകാതെ, പ്രതികൂലത്തിന് നടുവിൽ എഗസ്കേലിനെ പോലെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിളിച്ചു പറഞ്ഞ് ജനത്തെ ഉറപ്പിക്കുന്ന ചില വാക്കുകൾ പറയുമ്പോൾ എൻ്റെ ഭാവനയാ പിതാവാം ദൈവത്തിന്റെ ദൃഷ്ടി ആ കൂട്ടത്തിന്റെ നടുവിൽ ഹാലരിയ 100 പേരുണ്ടെങ്കിൽ 99 പേരും നെഗറ്റീവ് പറഞ്ഞ്, അവിശ്വാസം പറഞ്ഞ്, സംശയം പറഞ്ഞ്, പ്രതികൂലത്തെ കണ്ട് ഭയപ്പെട്ടപ്പോ ഒരുവൻ അല്ലെങ്കിൽ വിശ്വാസത്തിന് യോഗ്യമായി പറഞ്ഞപ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി വീണു. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി വീണ നിന്റെ 5-fold മിനിസ്ട്രിയുടെ മേൽ അഥവാ ദൈവമിട്ട ശുശ്രൂഷയുടെ മേൽ അടുത്തൊരു തലപ്പ് വരും. അത് ദൈവരാജ്യത്തിന് അനുഗ്രഹമാകും. അത് ബോഡി ഓഫ് ക്രൈസ്റ്റിന് ബ്ലെസ്സിംഗ് ആകുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയും. If there is no one to charge you or to stand along with you, but as this one person stood for God, if you stand for Him, the another level of anointing, the 5-fold ministry will come for you, and it will be a blessing for the kingdom of God.